പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സോണളെ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സോണളെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. സോണളെ കഴിഞ്ഞ വർഷത്തിൽ പല ഇൻ്റർനെറ്റ് ബിസിനസ്സുകളും വരികയും പൂട്ടുകയും ചെയ്തു. അനേകരുടെ പണം നഷ്ടപ്പെടുകയും ചെയ്തു. MDFE പോലുള്ള MDFE അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കുവാനുള്ള വലിയ ഒരവസരമാണ് ഇപ്പോൾ ഈ 2025 ആദ്യ മാസം തന്നെ എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് വലിയ നിക്ഷേപങ്ങളൊന്നുമില്ല. MDFEയിൽ ഞാൻ ഉൾപ്പെടെ അനേകം ലീഡേഴ്സ് CEO ആയി പ്രൊമോട്ട് ചെയ്ത സകല ലീഡേഴ്സും ഡിപ്പോസിറ്റ് ചെയ്തത് $26 ആയിരുന്നു. ഏകദേശം 2600 രൂപ. 2600 രൂപയാണ് ഞാൻ ഉൾപ്പെടെ ഡിപ്പോസിറ്റ് ചെയ്തത്. എന്നാൽ പല വ്യക്തികളും ഇപ്പോൾ വിളിച്ച് പരാതി പറയുന്നത് അവർ ലക്ഷങ്ങൾ അവരുടെ നഷ്ടപ്പെട്ടു എന്നാണ്. സോളയിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദികൾ അവരവർ തന്നെയാണ്. കാരണം 2600 രൂപ നിക്ഷേപിച്ച് അതിൽ പണം കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് നിങ്ങൾ 20,000 ആക്കി, 50,000 ആക്കി, 1 ലക്ഷമാക്കി, 2 ലക്ഷമാക്കി, 3 ലക്ഷമാക്കി, 5 ലക്ഷമാക്കി, ഇങ്ങനെ അനേകം വ്യക്തികൾ കമ്പനി പൂട്ടുന്നതിൻ്റെ തലേ ആഴ്ചകളിൽ ഒരാഴ്ചകൾക്കുള്ളിൽ ലക്ഷങ്ങളാക്കി ഉയർത്തി. കാരണം നല്ല വരുമാനം കിട്ടുന്നത് കണ്ട് നമ്മൾ കൂട്ടി ഇരുന്ന് ഒടുവിൽ കമ്പനി പൂട്ടിക്കൊണ്ടുപോയപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഇന്ന് പല വ്യക്തികൾക്കുമുണ്ട്. ഓക്കെ, ഏതൊരു ഇൻ്റർനെറ്റ് ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ചെറിയ എമൗണ്ടിൽ ആരംഭിക്കും. അവർ ആരുടെയും അനുവാദമില്ലാതെ അവർ ലക്ഷങ്ങൾ വാരി എവിടെന്നെങ്കിലും കടം മേടിച്ചോ, ലോൺ മേടിച്ചോ, വീട് പണയം വെച്ചോ, മാല പണയം വെച്ചോ, താലിമാല വിറ്റോ ഒക്കെ ഇതിൽ കൊണ്ട് ഇൻ്റർനെറ്റിൽ ബിസിനസ്സിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വരികയാണ്. ബൈബിൾ വായിക്കുകയാണെങ്കിൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് ആദാമിനോടൊരു കാര്യം ചോദിച്ചപ്പോൾ ആദാം സ്വന്തം ഭാര്യയെ കുറ്റം പറയുകയാണ്, ഹവ്വായെ കുറ്റം പറയുകയാണ്. ഹവ്വായോട് ചോദിച്ചപ്പോൾ ഹവ്വ സർപ്പത്തെ കുറ്റം പറയുകയാണ്. അതായത് അവരവർ ചെയ്ത കുറ്റങ്ങൾ ഏൽക്കാൻ തയ്യാറല്ല. ആദി മനുഷ്യൻ മുതൽ ഇന്ന് വരെയും അവരവർ ചെയ്യുന്ന കുറ്റങ്ങൾ ആരും ഏൽക്കുന്നില്ല. അവരെപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ വീഴ്ചകൾക്ക് കാരണം മറ്റുള്ളവരാണ് എന്ന് അന്ധമായി വിശ്വസിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. സഹോദരങ്ങളെ, MDFE, ലൈഫ് സ്റ്റൈൽ, അതുപോലെ IAS ആർട്സ് തുടങ്ങി നിരവധിയായ പ്ലാറ്റ്ഫോമുകൾ പൂട്ടിയെങ്കിൽ അതിലൂടെ ആരംഭത്തിൽ കയറിയവർ ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു. ഇത് പൂട്ടുന്നതിൻ്റെ തലേന്നും 2 ദിവസം മുമ്പും കൊണ്ട് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ടും കൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് കേരളത്തിലും ഭാരതത്തിലുമൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. ഈ നഷ്ടപ്പെട്ട എമൗണ്ടുകളൊക്കെ തിരികെ നൽകുവാനുള്ള 2 പ്ലാറ്റ്ഫോം ഈ ജനുവരിയിൽ ഞാൻ പല ദിവസങ്ങളായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ലൈഫ് സ്റ്റൈൽ, MDFEയിലൊക്കെ കയറി പണം നഷ്ടപ്പെട്ട എല്ലാവരും ഇതിനെ നിരസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത അനേകം വ്യക്തികൾ ഇന്ന് കയറി നല്ല എമൗണ്ടുകൾ ഇതിൽ നിന്നൂടെ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വെറും 370 രൂപ മാത്രമേ ഡിപ്പോസിറ്റ് ഉള്ളൂ. എന്നാൽ 3 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അനേകർ കാണും ഡിപ്പോസിറ്റ് ചെയ്യാൻ. 370 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു മാർഗം കാണിച്ചു തരുമ്പോൾ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ മേൽ പഴിചാരുന്ന ഒരു സ്വഭാവം അത് നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ മറ്റൊരു പ്ലാറ്റ്ഫോം 400 രൂപ മാത്രമേ ഉള്ള ഒരാൾക്ക്, 400 രൂപ, ഓൺലി 400 റുപ്പീസ്, അത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഏകദേശം 15 ലെവലുകൾ എത്തുമ്പോൾ 37 കോടി രൂപ വരെയാണ് അതിൽ വാഗ്ദാനം. ഈ 37 കോടി കിട്ടിയില്ലെങ്കിൽ ഈ 1 വർഷം കൊണ്ട് അല്ലെ 2 വർഷം കൊണ്ട് 10, 20, 30 ലക്ഷം നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കും. ഇതുപോലെ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ലാത്ത വെറും നിസ്സാരമായ എമൗണ്ടുകൾ നിക്ഷേപിക്കാൻ പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ആനന്ദിക്കുന്ന ഒരുപാട് ബുദ്ധിജീവികൾ എന്ന സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. അത് നിങ്ങളുടെ കുഴപ്പം മാത്രമല്ല, മറിച്ച് ഒരു പൈശാചിക ബന്ധനത്തിൽ കിടക്കുകയാണ്. നമുക്ക് ലക്ഷങ്ങളിട്ട് എത്രയും പെട്ടെന്ന് കോടികൾ സമ്പാദിക്കണം, കോടീശ്വരന്മാരാകണം എന്നുള്ള ദുരാഗ്രഹവും പണക്കുതിയുമാണ് പലരുടെയും ധനത്തിൻ്റെ നഷ്ടത്തിന് കാരണമായി മാറി. അത് മനസ്സിലാക്കുന്നില്ല. സോള ഈ പറയപ്പെട്ട പ്ലാറ്റ്ഫോമിലൊക്കെ ഞാനും നിക്ഷേപിച്ചത് എനിക്കൊരു നഷ്ടമില്ല. കാരണം MDFEയിൽ ഞാൻ നിക്ഷേപിച്ചത് വെറും 2600 രൂപയാണ്. എനിക്ക് നഷ്ടം 13 മാസം കൊണ്ട് എത്ര സമ്പാദിച്ചെന്ന് എനിക്കറിയാം.
13 മാസം കഴിഞ്ഞപ്പോഴാണ് MTFE പൂട്ടിയത്. ഇന്നും പലരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോകൾ നോക്കിയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വീഡിയോ കൊണ്ടിട്ട് 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യരുത് എന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കമ്പനി പൂട്ടുന്നതിൻ്റെ തലേന്ന് കൊണ്ട് ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരവസ്ഥ. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ടത് 2 പ്ലാറ്റ്ഫോമുകൾ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിച്ച് വലിയ എമൗണ്ടുകൾ സ്വന്തമാക്കാൻ പറ്റുന്നത്. ഇതിൽ ഒരേ ഒരു കണ്ടീഷനാണ്, നിങ്ങൾ 370 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യുക, 400 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. 2ലും 2 റഫറൽ വേണം. ഈ 2 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വെറും 2 പേരെ തിരഞ്ഞെടുത്ത് 2ലും പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യിച്ചാൽ മാത്രം മതി. അവരും 2 പേരെ ചെയ്യിക്കണം. ഇതിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഓരോ അക്കൗണ്ടിലും 2 റഫറൽ മസ്റ്റാണ്. അങ്ങനെ 15 ലെവലുകൾ എത്തുമ്പോഴേക്കും ഒന്നിൽ 37 കോടി രൂപയാണ് വരുമാനം പറയുന്നത്, മറ്റൊന്നിൽ അതിൽ കൂടുതലാണ്. അപ്പോൾ ഈ ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന, വെറും തുച്ഛമായ എമൗണ്ടുകൾ കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാവുന്ന ഒരവസരം മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ നമുക്കെന്താ സംഭവിച്ചേ? മുമ്പ് നിധി അന്വേഷിച്ചു പോയ 2 മാന്യന്മാരുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ നിധി അന്വേഷിച്ച്, നിധി ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് പോയപ്പോൾ ആരോ ഒരു ജ്ഞാനി പറഞ്ഞു കൊടുത്ത്, കണ്ണടച്ച് നടന്നാൽ നിങ്ങൾക്ക് ആന്തരിക നയനങ്ങൾ കൊണ്ട് നിധി കാണുവാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഈ 2 മാന്യന്മാരും കണ്ണടച്ച് നടന്നു. പക്ഷേ കണ്ണടച്ചത് നിധി ഇരുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് ഇവർ കണ്ണടച്ച് നടന്നത്. അങ്ങനെ നിധി ഇരുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഇവർ അന്ധമായി കണ്ണുകൾ അടച്ചുകൊണ്ട് ആന്തരിക നയനങ്ങൾ കൊണ്ട് നിധി കാണാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും നിധി ഇരുന്ന സ്ഥലം ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണു തുറന്നു നോക്കി. അവർ നടന്ന് ക്ഷീണിച്ചു. അവരുടെ ജീവിതം അവസാനിച്ചതെന്നല്ലാതെ നിധി അവർക്ക് കിട്ടിയില്ല. പക്ഷേ നിധി ഇരുന്ന സ്ഥലത്ത് നിധി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് ചെറിയ തുക നിക്ഷേപിച്ച് വലിയ വരുമാനം സ്വന്തമാക്കാമെന്ന് പറയുമ്പോൾ ഈ കണ്ണടച്ച് നടന്ന് നിധി സ്വന്തമാക്കാൻ പോയ ആ മനുഷ്യരെ പോലെ ഇന്ന് പലരും ചില തെറ്റായ ഉപദേശങ്ങളും തെറ്റായ ചിന്തകളും തെറ്റായ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ അടിമകളായി. ആദം ഹവ്വായെ കുറ്റം പറഞ്ഞു, ഹവ്വ പാമ്പിനെ കുറ്റം പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, ലീഡേഴ്സിനെ കുറ്റം പറഞ്ഞ്, യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി പറയുകയും പിറുപിറുക്കുകയും മറ്റുള്ളവരുടെ മേൽ അസഭ്യ വാക്കുകൾ ചൊരിയുകയും ചെയ്യുന്ന അനേകം വ്യക്തികൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ ഈ നിസ്സാരമായ എമൗണ്ടുകൾ നിക്ഷേപിച്ച് വലിയ എമൗണ്ടുകൾ സ്വന്തമാക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് പലർക്കും ബുദ്ധിമുട്ടാണ്. ഈ ഒരെണ്ണത്തിൽ 400 രൂപ നിക്ഷേപിച്ച ഒരു വ്യക്തി ഏകദേശം 15 ദിവസം കൊണ്ട് 1.25 ലക്ഷം രൂപ സമ്പാദിച്ചു. 400 രൂപ നിക്ഷേപിച്ചിട്ട് 15 ദിവസം കൊണ്ട് 1.25 ലക്ഷം രൂപ സമ്പാദിക്കുന്ന മറ്റേതെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ റെയിൻ BNBയിൽ 370 രൂപ നിക്ഷേപിക്കുന്നതിൽ 4 മാസം കൊണ്ട് ഏകദേശം 3.25 കോടി രൂപ സമ്പാദിച്ച ഒരു ഇന്ത്യയിലുണ്ട്. 10 ലക്ഷം സമ്പാദിച്ചവരും 30 ലക്ഷം സമ്പാദിച്ചവരും 50 ലക്ഷം സമ്പാദിച്ചവരുമൊക്കെ ഇന്ത്യയിലുണ്ട്. എന്നാൽ നമ്മൾ ലക്ഷങ്ങൾ നിക്ഷേപിച്ചും കൊണ്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ഇട്ടുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന അനേകം വ്യക്തികളാണെന്ന് കേരളത്തിലുള്ളത്. ഈ നിസ്സാരമായ എമൗണ്ടുകൾ നിക്ഷേപിച്ചും കൊണ്ട് വലിയ സമ്പത്ത് സ്വന്തമാക്കാമെന്ന് പറയുമ്പോൾ ഇതിനെ വെറും മൂഢവും ബാലിശവുമായി കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മേൽ അസഭ്യ വാക്കുകൾ ചൊരിയുകയും മറ്റ് മോശപ്പെട്ട സംസാര രീതികൾ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട്. MTFEയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ജോയിൻ ചെയ്ത് അനേകരെ ജോയിൻ ചെയ്യിച്ച ഒരു വ്യക്തി എനിക്കെതിരെ വീഡിയോ ഇറക്കി. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പുള്ളി വഞ്ചിക്കപ്പെട്ടതെന്ന്. അവസാനം മറ്റൊരു ഫോണിലൂടെ വിളിച്ചപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപേ പുള്ളി ജോയിൻ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ജോയിൻ ചെയ്യിച്ച വ്യക്തികളോടും പറയാൻ മറുപടിയില്ലാത്തത് കൊണ്ട് പോൾ കുമ്പളം എന്ന വ്യക്തിയുടെ മേലങ്ങ് ആരോപിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് അനേകം വ്യക്തികൾ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനുള്ള വലിയൊരു അവസരം ഈ 2 പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുകയും സമ്പാദിച്ചു കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ ഈ 370 രൂപയും 400 രൂപയും നിക്ഷേപിച്ച് 2 പ്ലാറ്റ്ഫോമിലും കയറി 2 പേരെ റെഫർ ചെയ്യണം. ഈ 2 പേരെ ഒരു അക്കൗണ്ടിൽ 2 പേർ റെഫറൽ മസ്റ്റാണ്. അത് ചെയ്ത് മുന്നോട്ട് പോയി 15 ലെവൽ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത വലിയ വരുമാനം ഇതിലൂടെ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ആരോടും റിക്വസ്റ്റ് കൊടുക്കേണ്ട, വിഡ്രോ ചെയ്യാൻ നമ്മുടെ വാലറ്റിലേക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പോൾ കുമ്പളം എന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റു എല്ലാം സഹായിക്കുന്നതായിരിക്കും. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.